വൂളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്തൊരു നെക്ക് ഡിസൈനാണിത്. ഈ ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ട്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം നോക്കാം. ഞാൻ ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഈ കളറുള്ള നൂലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ ഇട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പ് നെക്ക് ചെയ്യുന്നതിന് എല്ലാത്തിനും 130 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയിൻ ഇട്ടിട്ട് 130 ചെയിൻ ഇട്ട് വയ്ക്കുക, എന്നിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 130 ചെയിൻ ഇടുക ആദ്യം. 1 ചെയിൻ ഇട്ട് വയ്ക്കുക. അത്രയും ചെയിനുകൾ ഇട്ട് വെച്ചു. ഇനി ഒരു കാര്യം, ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഉണ്ടോ? അതേമാതിരി ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തിട്ട് ഈ അറ്റം വരെ കൊണ്ടുവരണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്ത് കണ്ടേ. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന വിധം. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ചെയിൻ, അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ഇല്ലേ. അത് കഴിഞ്ഞ് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഒരു ഉണ്ടോ, 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ക്രോഷ്യ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 3 ഡബിൾ ക്രോഷ്യായി. അടുത്തതിൻ്റെ മുകളിൽ അടുത്ത ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. അപ്പോഴേ ഈ നെക്കിന് റൗണ്ടിൻ്റെ ഷേപ്പ് വരുന്നത്. സ്ട്രെയിറ്റ് ആയാൽ നമുക്ക് ശരിയാവില്ല. റൗണ്ട് ഷേപ്പ് അല്ലേ, 2 ചെയ്തെടുത്ത് പിന്നെ വീണ്ടും അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ സിംഗിളായിട്ട് ചെയ്തെടുക്കുക. പിന്നെ അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 2 ചെയിൻ വെച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഒന്നും കൂടെ ചെയ്യണം. ചെയ്ത് 3 ചെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അങ്ങനെ അപ്പോൾ അതേമാതിരി വന്നു. ഇതേമാതിരി 3, 2 അങ്ങനെ വെച്ച് ഫുള്ളായിട്ട് ചെയ്തിട്ട് റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ ഇത് വന്നു. ഇനി അടുത്ത എന്താ ചെയ്യുക വെച്ചാൽ ഓരോ ബോക്സ് ഉണ്ടാക്കണം. ആ ബോക്സ് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ നിന്ന് വേണം ചെയ്യണമെങ്കിൽ. അതാ ആദ്യം 3 ചെയിൻ ഇടാം. 3 ചെയിൻ ഇടുന്ന സമയത്ത് ഒരു ഡബിൾ ക്രോഷ്യ ആകുമല്ലോ. വീണ്ടും 2 ചെയിൻ, ഒരു ചെയിൻ ഇട്ടാൽ മതി. ഒരു ചെയിൻ ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കുക, ചെയിൻ ഒഴിവാക്കി അടുത്ത മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. കണ്ടോ, അതേമാതിരി വരും. വീണ്ടും ചെയ്യും. വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി അപ്പോൾ റൗണ്ടിൽ ഓരോ ബോക്സ് മാതിരി ചെയ്തെടുത്ത് 2 ചെയിൻ ഇടണേ ഇവിടെ, എന്നാലേ ഇത് റൗണ്ട് ഷേപ്പ് കിട്ടുള്ളൂ. ഇതേമാതിരി ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഇതേമാതിരി ഈ റൗണ്ടിൽ ചെയ്തെടുത്ത് ഇതുവരെ കൊണ്ടുവരണം. അതേമാതിരി ഞാൻ ബോക്സ് ഉണ്ടാക്കി വെച്ചു. ഓരോന്ന്
ഇനി അടുത്ത് ചെയ്യുന്ന വിധം അടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ 2 ചെയിൻ ഇടുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ, വീണ്ടും ഒരു 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 എണ്ണമായി 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ട് വെച്ചിട്ട് 3 ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്യുക. അങ്ങനെ വന്നുകൊണ്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ബോക്സ് ഇവിടുത്തെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ഉണ്ടോ. അത് കഴിഞ്ഞിട്ട് ചെയിൻ ഇടുക. 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടിട്ട് ഒരു ഇത് അടുത്തതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ജോയിൻ്റ് ആക്കി ഇവിടെ അങ്ങനെ ഇതുമാതിരി വന്നു. പിന്നെ എന്താ ചെയ്യുക വെച്ചാൽ ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 ഡബിൾ ഇവിടെ നമ്മൾ ചെയ്തെടുത്തില്ല, അതേമാതിരി തന്നെ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്തെടുക്കുക. ചെയ്തിട്ട് 2 ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നു. അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇടുക. ഇവിടെ ചെയിനിട്ട് 2 ചെയിൻ ഇട്ടിട്ട് ഒരു ബോക്സ് ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. പിന്നെ വീണ്ടും 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി ഉണ്ട്. പിന്നെ 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഇതേമാതിരി തന്നെ ആദ്യം നമ്മൾ ചെയ്തെടുത്തില്ല, അതേമാതിരി തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. കണ്ടോ. ഇപ്പോൾ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്യുക. അതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തു. കണ്ടോ. അവിടെ 2 സൈഡും എല്ലാ സൈഡും ചെയ്തെടുത്തു. ഇവിടെ ഇതേമാതിരി ചെയ്തെടുത്തു. അപ്പോൾ ഇത് മടക്കി വയ്ക്കുന്ന സമയം, റൗണ്ടാക്കുന്ന സമയത്ത് ഇത് അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ ഇതവിടെ നമ്മൾ ചെയ്തെടുത്തില്ലേ, ഈ 3 ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഒന്നാമത്തേൻ്റെ മുകളിൽ 3 ചെയിൻ ഇടുക. പിന്നെ 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ക്യാപ്പ് മാതിരി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വന്നു. പിന്നെ ഒരു ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ചെയ്യുക. പിന്നെ ഇതാ ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതേമാതിരി ക്യാപ്പ് മാതിരി ഉണ്ടാകും. ചെയിൻ ഇടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതാ ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യകളായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 3 എണ്ണത്തിൻ്റെ മുകളിൽ നിന്ന് ചെയ്തെടുക്കുക. പിന്നെ എന്താ നമ്മൾ ഇവിടെ വരുന്ന ഈ ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിൻ്റെ ഉള്ളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക.
ഇങ്ങനെ ചെയ്തെടുത്തു. കണ്ടോ, ഒരു ചെയിനിട്. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ. ഇനി ഒന്നും കൂടെ ചെയ്തെടുക്കണം അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ വന്നു. കണ്ടോ, ഇനി അടുത്തത് ഈ 3 എണ്ണത്തിൻ്റെ മുകളിൽ ഇതേമാതിരി ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷ്യാണ്. ഇതൊന്നും കൂടെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഇത് അതേമാതിരി വന്നു. ഈ ഒരു കാര്യം, ഇതിനടുത്ത് അവിടെ ഒരു ചെയിനിടുക. ചെയിനിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കിയിടുക. നമ്മളവിടെ ഒരു ചെയിൻ ഇട്ടിട്ട് ഒരു ഇതുണ്ടാക്കി വെച്ചിരുന്നു, അതിൻ്റെ മുകളിൽ ജോയിൻ. അപ്പോൾ അതേമാതിരി വരും. കണ്ടേ, ഇനി അടുത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ ചെയ്തെടുക്കണം. അടുത്തതിൻ്റെ മുകളിൽ ഇവിടെ ഒരു ചെയിനുണ്ട്. അത് ചെയിൻ ഇട്ടിട്ട് ഈ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ഈ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ആദ്യത്തെ 3 ഡബിൾ ക്രോഷ്യകൾ വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നു. നാല് ചെയിൻ ഇട്ടിട്ടുള്ളൂ ഞാൻ ക്യാപ്പ് ഉണ്ടാക്കുന്നത്. ഇതേമാതിരി വരും. ഈ 3 ഇതിൻ്റെ മുകളിൽ നിന്നും ചെയ്തെടുത്തു. ഇനി ഈ ചെയിനിൻ്റെ മുകളിൽ നമ്മൾ ചെയിൻ ഇട്ട് വെച്ചില്ലേ, അവിടെ നിന്ന് ചെയ്തെടുക്കുക. അവിടെ നിന്ന് 3 എണ്ണം ചെയ്തെടുക്കണേ. ഒന്നാമത്തെ ചെയ്തെടുത്തു, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ. മൂന്നാമത്തെ
രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇത് ഈ മൂന്നെണ്ണത്തിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഒന്നിൻ്റെ മുകളിൽ കൂടെ ചെയ്തെടുക്കുക. കഴിഞ്ഞ് പിന്നെ ഇവിടെല്ലാത്ത വരെ ഞാൻ ചെയ്തെടുത്തുകൊണ്ട് ഇവിടെ ഇതേമാതിരി ചെയ്തെടുത്ത്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ എടുത്ത് ഇവിടുത്തെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി ഇതേമാതിരി ഫുള്ളായിട്ട് ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഇതുവരെ ചെയ്തെടുക്കണം. എന്നാൽ ഈ നെക്കിൻ്റെ വർക്ക് കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈൻ്റെ വർക്ക് ഇതവിടെ കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ട്.